ഹലോ ഡിയേഴ്സ്, അബേലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് മാഞ്ഞാലി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു സാധാരണ ബിരിയാണിക്കാളും കുറച്ചൊരു വ്യത്യസ്തമാണ് ഈ മാഞ്ഞാലി ബിരിയാണിക്ക് കേട്ടോ. ചിക്കൻ കറിയോട് എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ. പക്ഷേ ഈ മാഞ്ഞാലി ബിരിയാണിക്ക് കിട്ടുന്ന ചിക്കൻ കറിക്ക് അത് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗ്രേവി, ചെറിയൊരു ഗ്രേവി ആയിട്ട് മാത്രം ഉണ്ടാക്കുന്ന കറിയാണ്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഈ മാവൊക്കെ അരയ്ക്കുമ്പോഴേ ഈ ബ്ലേഡിലൊക്കെ ഒട്ടിയിരിക്കുന്ന മാവ് ഇളകി വരാനായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം മാവൊക്കെ ഇളകി കിട്ടുകയും. ഞാൻ ഇഡലിക്കായിരുന്നു അരച്ച് വെച്ചിരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം വെച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഡലി പാത്രം വെള്ളമൊക്കെ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ചൂടായപ്പോൾ അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് ഒന്നും തടവി കൊടുത്തേട്ടോ. എന്നിട്ട് ഇഡ്ഡലി മാവൊക്കെ ഒഴിച്ച് ആവിയേറ്റം വെച്ച് കേട്ടോ. ഇതിൽ തട്ടുകളുടെ എണ്ണവും കുറവാണ്. അതിനകത്ത് ഇഡ്ഡലി ഒഴിക്കണ ഒരു കുഴിയും കുറവായതുകൊണ്ട് ഇത് 2 തവണ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഇഡ്ഡലി പുഴുങ്ങിയെടുത്ത് കേട്ടോ. പിന്നെ വെള്ളച്ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ ഇത് ചോറ് അടപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഒന്ന് തിളച്ചപ്പോൾ അത് റൈസ് കുക്കറിലാക്കി വെച്ചു. പിന്നെ ചേട്ടയ്ക്ക് അന്ന് ലീവ് എടുത്ത ദിവസമായിരുന്നു. ചേട്ടയ്ക്ക് അന്ന് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകിയെടുക്കാൻ പോവുകയാണേ. ഞാൻ ചിക്കൻ കഴുകുകയെന്നുണ്ടെങ്കിൽ സമയം കുറച്ച് എടുക്കും കേട്ടോ. കാരണം എനിക്ക് സംതൃപ്തി ആവണ വരെ ഞാൻ നന്നായിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയും ഞാൻ കഴുകുന്നതിനിടയ്ക്ക് എനിക്ക് ചെറിയ കോഴിയുടെ പൂട വരെ കിട്ടി കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോൾ കഴിയാലും നന്നായിട്ട് നോക്കി വൃത്തിയായിട്ട് കഴുകിയെടുത്തെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ട് ഞാൻ എൻ്റെ കവറൊക്കെ അപ്പം തന്നെ കഴുകി ആ കവർ മാറ്റി വെച്ചേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ നിന്നുകൊണ്ട് പിന്നെ സ്മെല്ലായി മാറും. അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൂസ് എൻ്റെ അടുത്ത് കളിക്കുകയാണ് കേട്ടോ. അവനൊരു കവർ എടുത്തിട്ട് അതിനകത്ത് ചെറിയൊരു തുളയൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ തലയിൽ കൂടെ ഇറക്കി ഇടാൻ നോക്കുവാണേ. എനിക്കാണെങ്കിൽ ഈ സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കയറിയിരിക്കും കേട്ടോ. അങ്ങനെ മെഷീനിൽ എണ്ണയൊക്കെ ഇട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിരുന്നതാണേ. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിൽ കയറിയിരുന്ന് തയ്ച്ച് പിന്നെ കൊച്ചിന് നിക്കർ തയ്ക്കാനും പാൻറ്റ് തയ്ക്കാനും ടോപ്പ് തയ്ക്കാനും അങ്ങനെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ തയ്ക്കാനൊക്കെ പഠിച്ചു കേട്ടോ. ചെറുപ്പത്തിൽ വീട്ടിൽ 2 മെഷീൻ ഉണ്ടായിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് കയറി ഇരിക്കത്ത് പോലും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ സമയം കിട്ടുന്ന നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ കയറി ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.